നമസ്കാരം. ഭരണമാറ്റത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ അണിയറയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണികളും തന്ത്രപരമായ നീക്കങ്ങളും സജീവമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിടുകയും പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തതിന് പിന്നാലെ ക്യാബിനറ്റ് പദവിയോടെ കിഫ്ബി സിഇഒ സ്ഥാനത്തും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലും ഇരുന്നിരുന്ന കെ.എം. എബ്രഹാം പദവികളെല്ലാം രാജിവെച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി പടിയിറങ്ങിയെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനെ മുംബൈയിലിരുന്ന് നിയന്ത്രിക്കാൻ കരുക്കൾ നീക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പദവികൾ ഒഴിഞ്ഞ ശേഷം കെ.എം. എബ്രഹാം നിലവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം ഒരു വൻകിട ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സ്ഥാപനം ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയതായും സൂചനയുണ്ട്. എന്നാൽ ഭരണം മാറിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള തന്റെ സ്വാധീനം നിലനിർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്ന ഉത്കണ്ഠ പുതിയതായി അധികാരമേറ്റ UDF കേന്ദ്രങ്ങളിൽ ശക്തമാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുത്തതോടെ മുൻ സർക്കാരിന്റെ കാലത്ത് സമാന്തര ഭരണകൂടം എന്ന പോലെ പ്രവർത്തിച്ചിരുന്ന കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരങ്ങളിൽ നിരന്തര സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ തണലിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കിഫ്ബി സംവിധാനത്തിൽ വലിയ തോതിലുള്ള പുനഃക്രമീകരണം വേണമെന്ന ആവശ്യം ഇപ്പോൾ കിഫ്ബിയിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഉയരുന്നുണ്ട്. ഭരണമാറ്റത്തോടെ തങ്ങളുടെ പദവികൾ തെറിക്കുമെന്ന ഭയവും പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളുമാണ് ഈ കിഫ്ബി പടയുടെ സെക്രട്ടേറിയറ്റ് സന്ദർശനങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയതായി ചുമതലയേറ്റ UDF സർക്കാരിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളും യുവാക്കളുമായ മന്ത്രിമാരാണുള്ളത്. ഈ സാഹചര്യം മുതലെടുത്ത് പുതിയ മന്ത്രിമാരുടെ സുപ്രധാനമായ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികകളിലേക്ക് കെ.എം. എബ്രഹാമിന്റെ കടുത്ത വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ വൻ നീക്കങ്ങൾ നടക്കുന്നതായാണ് വിവരം. ഇതിലൂടെ മുംബൈയിൽ ഇരുന്നു കൊണ്ട് തന്നെ കേരള സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കങ്ങളിലും നയരൂപീകരണങ്ങളിലും ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താനാണ് കെ.എം. എബ്രഹാം ശ്രമിക്കുന്നതെന്ന കൃത്യമായ മുന്നറിയിപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനും ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ വിവാദപരമായ സാമ്പത്തിക നയങ്ങളെയും കിഫ്ബിയുടെ ഓഫ് ബജറ്റ് കടമെടുപ്പുകളെയുമായിരുന്നു. സംസ്ഥാനത്തെ കടക്കണിയിലാക്കിയ നയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രമായ കെ.എം. എബ്രഹാമിന്റെ വിശ്വസ്തർ പുതിയ ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് തടയുക എന്നതായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിന് ആദ്യ ദിവസങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പുകൾ വഴി കിഫ്ബി സംസ്ഥാനത്തെ വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിട്ടുവെന്ന CAG റിപ്പോർട്ടുകൾ ഉയർത്തിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ പുതിയ സതീശൻ സർക്കാർ കിഫ്ബിയുടെ നിലവിലുള്ള പ്രവർത്തനശൈലി പൂർണ്ണമായും പൊളിച്ചെഴുതാൻ സാധ്യതയുണ്ട്. കെ.എം. എബ്രഹാമിന്റെ പടിയിറക്കത്തോടെ കിഫ്ബിയുടെ നിയന്ത്രണം പൂർണ്ണമായും ധനകാര്യ വകുപ്പിന് കീഴിലാക്കാനും സമാന്തര ഭരണ സ്വഭാവം ഇല്ലാതാക്കാനുമുള്ള ഓർഡിനൻസ് പുതിയ സർക്കാർ ആലോചിക്കുന്നതായും സൂചനയുണ്ട്. എന്നാലും കെ.എം. എബ്രഹാമിന്റെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടപ്പിലാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരിന് മുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.